friends, welcome to Vidhu's Easy Cooking. ഇന്ന് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഒരു റൈസ് ആണ്, ടൊമാറ്റോ റൈസ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു പാൻ ചൂടാക്കാൻ വെക്കുക. അതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുന്നുണ്ട്. കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു 3 ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ്. ഇതൊരു ഗോൾഡൻ കളർ ആവുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കപ്പലണ്ടി വറുത്തത്, തീ ഒരല്പം കുറച്ച് കൊടുക്കാം, അല്ലെങ്കിൽ മുളകൊക്കെ കരിഞ്ഞു പോവും. കുറച്ച് കറിവേപ്പില, ഒരു 2 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, ഇതിലേക്ക് ഒരു 4-5 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, അതിൻ്റെ കൂടെ തന്നെ ഒരു വലിയ സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് വഴന്ന് വരണ്ട, ഒരു പകുതി വഴന്ന് വന്നാൽ മതിയാവും. ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. സവാള പകുതി വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു 2-3 തക്കാളി ചേർത്ത് കൊടുക്കുക. നല്ല പഴുത്ത തക്കാളി ആണെങ്കിൽ നന്നായിരിക്കും. ഇളക്കി കൊടുക്കുക. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടി കൂടുതലായിട്ട് ചേർക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ അളവ് കൂട്ടാം. ഞാനിപ്പോൾ ഇവിടെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുള്ളൂ. ഇനി ഈ തക്കാളി ഒന്നുകിൽ നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 3/4 വേവിലെടുത്താലും മതിയാവും. ആ തക്കാളി നമുക്ക് കഴിക്കുമ്പോൾ കടിക്കാൻ കിട്ടണം എന്നുണ്ടെങ്കിൽ പകുതി വേവാക്കി എടുത്താൽ മതിയാവും. ഇല്ലാന്നുണ്ടെങ്കിൽ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഓൾറെഡി കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഉപ്പ് ചേർക്കുമ്പോൾ സൂക്ഷിച്ച് വേണം ചേർക്കാനായിട്ട്. ഇത് ഇളക്കി കൊടുക്കാം. ഇത് 1 ഗ്ലാസ് ബസ്മതി അരി ഞാൻ വേവിച്ച് വെച്ചതാണ്. ചൂടോടുകൂടി നമ്മളിതിലേക്ക് ചേർക്കാൻ പാടില്ല. ബാസ്മതി റൈസ് വേവിച്ചതിന് ശേഷം നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ ഈ റൈസ് ഇതിലിട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളിത് ഇളക്കി കഴിയുമ്പോൾ റൈസ് മുഴുവൻ പൊടിഞ്ഞു പോവും. അപ്പോൾ അത് തണുക്കണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ കുറച്ച് നേരം ഫാൻ ഓൺ ചെയ്ത് അതിൻ്റെ ചുവട്ടിൽ വെച്ചാൽ മതിയാവും, ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചാലും മതിയാവും. ഇത് നമുക്ക് ഈ തക്കാളിയുടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 1 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. കുറേശ്ശെ ഇളക്കി ആ മസാല എല്ലാ റൈസിലും എത്തുന്ന പോലെ പതുക്കെ ഇളക്കി കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഇതിൽ ഗ്രീൻ പീസൊക്കെ ചേർത്ത് കൊടുക്കാം. ഒക്കെ ചേർത്ത് കൊടുത്താൽ കാണാനും നല്ല ഭംഗിയായിരിക്കും. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഈ ചോറ് നന്നായിട്ട് ചൂടാവണം. ഇനി ഇതിലേക്ക് ഒരല്പം സ്പ്രിംഗ് ഓണിയൻ ചേർത്ത് കൊടുക്കാം. സ്പ്രിംഗ് ഓണിയൻ ചേർക്കണം എന്ന് നിർബന്ധമില്ല, ഞാനിതിൽ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇടയ്ക്ക് കഴിക്കുമ്പോൾ നന്നായിരിക്കും. അതിൻ്റെ ടേസ്റ്റ് എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് ഞാനത് ചേർത്ത് കൊടുക്കുന്നതാണ്. ഇല്ലയെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം.
ഒന്ന് ഇളക്കി കൊടുക്കാം. റൈസ് നല്ല ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില അതുപോലെ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. നമുക്ക് നെയ്യുടെ മണം ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഒരു അല്പം നെയ്യും വേണമെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ഇളക്കുക. നമ്മുടെ റൈസ് റെഡിയാണ്. നമുക്കതിനൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ടൊമാറ്റോ റൈസ് ഇവിടെ റെഡിയാണ്. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കൂടുതൽ റെസിപ്പികൾക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്